PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ 200 ഡേ ചലഞ്ച് എന്ന രീതിയിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിച്ചു പോരുകയാണ്. ആദ്യമായിട്ടാണ് PSC ക്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയും അതുകൂടാതെ നിരവധി PSC ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുവിജ്ഞാനത്തെ കുറേ ടോപ്പിക്കുകൾ നമ്മളിപ്പോൾ ഓൾറെഡി കവർ ചെയ്ത് പോയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് എല്ലാ ദിവസവും പറയുന്ന പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജില്ലകളാണ്. അത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം വരെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ജില്ല കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയെക്കുറിച്ച് PSC ഇനി എന്ത് ചോദ്യം ചോദിച്ചാലും അതിനൊക്കെ ആൻസർ പറയാൻ തക്ക രീതിയിൽ നമുക്ക് കോഴിക്കോടിനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങളും പഠിക്കാം. അപ്പോൾ നമ്മളിന്നോട് പഠിക്കാൻ പോകുന്ന ജില്ല കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. കോഴിക്കോട് ജില്ല നിലവിൽ വന്നത് 1957 ജനുവരി 1 തീയതിയാണ്. എന്നാണ് 1957 ജനുവരി 1 തീയതി. വിസ്തീർണം 2344 ചതുരശ്ര കിലോമീറ്ററാണ്. 2344 ചതുരശ്ര കിലോമീറ്ററാണ്. ലോകസഭാ മണ്ഡലങ്ങൾ 2, നിയമസഭാ മണ്ഡലങ്ങൾ 13, താലൂക്കുകൾ 4. അപ്പോൾ നിലവിൽ വന്നത് 1957 ജനുവരി 1 തീയതി. വിസ്തീർണം 2344 ചതുരശ്ര കിലോമീറ്റർ. ലോകസഭാ മണ്ഡലങ്ങൾ 2, നിയമസഭാ മണ്ഡലങ്ങൾ 13, താലൂക്കുകൾ 4 ഇനി ഓരോ പോയിൻ്റായിട്ട് നമുക്ക് നോക്കാം. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ലയിലാണ്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. കക്കയം വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല അതും കോഴിക്കോടാണ്. കക്കയം വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? കോഴിക്കോട് തന്നെയാണ്. അതുപോലെ നല്ലളം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോടാണ്. ജാനകിക്കാട് ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. ജാനകിക്കാട് ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്ന രാജവംശം ഉണ്ടായിരുന്ന ജില്ലയും കോഴിക്കോടാണ്. അപ്പോൾ നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്ന രാജവംശം ഉണ്ടായിരുന്നതും കോഴിക്കോടാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം ഏതായിരുന്നു? കോഴിക്കോടാണ്. അതുപോലെ സാമൂതിരിയുടെ നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. സത്യത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. സുഗന്ധവ്യഞ്ജന നഗരം എന്നറിയപ്പെടുന്നതും കോഴിക്കോടാണ്. അപ്പോൾ വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കക്കയം വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല. നല്ലളം ഡീസൽ വൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല. ജാനകിക്കാട് ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്ന രാജവംശം. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനം. സാമൂതിരിയുടെ നഗരമെന്നും സത്യത്തിൻ്റെ തുറമുഖമെന്നും സുഗന്ധവ്യഞ്ജന നഗരം എന്നൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് അറിയപ്പെടുന്നത്. ഇനി മലബാർ കക്കയം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഏതൊക്കെ വന്യജീവി സങ്കേതങ്ങളാണ്? മലബാർ, കക്കയം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചെമ്പുകടവ് വൈദ്യുതി പദ്ധതി, ഉറുമി പദ്ധതി എന്നിവ സ്ഥിതി ചെയ്യുന്നു. ചെമ്പുകടവ് പദ്ധതിയും ഉറുമി പദ്ധതി എന്നിവ സ്ഥിതി ചെയ്യുന്ന ജില്ല. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഈസ്റ്റ് ഹില്ലാണ്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഈസ്റ്റ് ഹില്ല് കോഴിക്കോടാണ്. മലബാർ കക്കയം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോടാണ്. ചെമ്പുകടവ് പദ്ധതി, ഉറുമി പദ്ധതി എന്നിവ സ്ഥിതി ചെയ്യുന്ന കോഴിക്കോടാണ്. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹില്ല് കോഴിക്കോടാണെന്നും ഓർക്കുക. ഇനി കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന നഗരം ഏതാണ്? അത് കോഴിക്കോടാണ്. 1995 വന്നിട്ടുള്ള കോഴിക്കോടാണ് കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന നഗരം. സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള അയ്യത്താൻ ഗോപാലൻ്റെ നേതൃത്വത്തിൽ കേരള ബ്രഹ്മസമാജം സ്ഥാപിച്ച സ്ഥലം. അപ്പോൾ കേരള ബ്രഹ്മസമാജം സ്ഥാപിച്ചത് എവിടെ? 1898 കോഴിക്കോടാണ് കേരള ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്. കേന്ദ്ര സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം ഏതാണ്? കേന്ദ്ര സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോടാണ്. അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന നഗരം, സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യത്താൻ ഗോപാലൻ്റെ നേതൃത്വത്തിൽ കേരള ബ്രഹ്മസമാജം സ്ഥാപിച്ച സ്ഥലം, മലബാർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം, കേന്ദ്ര സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രം ഒക്കെ ഏതാ?
ഇതൊക്കെ കോഴിക്കോടാണ് കേട്ടോ. മാതൃഭൂമി പത്രത്തിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ്. കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണ്. 1973 ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ മാതൃഭൂമി പത്രത്തിൻ്റെ ആസ്ഥാനം, കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്ക്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ ജില്ല കോഴിക്കോട് ജില്ലയാണ്. ആദ്യത്തെ വിശപ്പുരഹിത നഗരം, ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ ശില്പനഗരം എന്ന ഖ്യാതിയും ഏത് തന്നെയാണ്? കോഴിക്കോടിന് തന്നെയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കോളവിമുക്ത ജില്ല എന്താണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കോളവിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യരഹിത ജില്ല വെസ്റ്റ് നൈൽ ഫീവർ കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരമാണ്. കേരളത്തിലെ ആദ്യ ശില്പ നഗരമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കോളവിമുക്ത ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യരഹിത ജില്ലയാണ്. വെസ്റ്റ് നൈൽ ഫീവർ കേരളത്തിൽ ആദ്യമേ റിപ്പോർട്ട് ചെയ്തതും കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ ചുവർ രഹിത നഗരം കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ചുവർ രഹിത നഗരമാണ് കോഴിക്കോട്. കേരളത്തിൽ ആദ്യമായി സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ആരംഭിച്ച ജില്ല. കേരളത്തിൽ ആദ്യമായിട്ട് ഈ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യ ഇ കോർട്ട് നിലവിൽ വന്ന നഗരം. കേരളത്തിലെ ആദ്യത്തെ ഇ കോർട്ട് നിലവിൽ വന്ന നഗരം. കേരളത്തിലെ ആദ്യ സാക്ഷരതാ നഗരം. കേരളത്തിലെ ആദ്യ ഇ ടോയ്ലറ്റ് സംവിധാനം ആരംഭിച്ച നഗരം. കേരളത്തിൽ ആദ്യമായിട്ട് ഇ ടോയ്ലറ്റ് സംവിധാനം ആരംഭിച്ചത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. 100% സാക്ഷരത കൈവരിച്ച ആദ്യ കോർപ്പറേഷൻ കേരളത്തിലെ ഉംബൈ മ്യൂസിക് അക്കാദമി നിലവിൽ വന്ന ജില്ല. കേരളത്തിൽ ആദ്യ ഉംബൈ മ്യൂസിക് അക്കാദമി നിലവിൽ വന്നതും കോഴിക്കോടാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ചുവർ രഹിത നഗരം, കേരളത്തിൽ ആദ്യമായി സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ആരംഭിച്ച ജില്ല, കേരളത്തിൽ ആദ്യ ഇ കോർട്ട് നിലവിൽ വന്ന നഗരം, കേരളത്തിൽ ആദ്യ ഇ സാക്ഷരത നഗരമാണ് കോഴിക്കോട്, കേരളത്തിൽ ആദ്യ ഇ ടോയ്ലറ്റ് സംവിധാനം ആരംഭിച്ച കോഴിക്കോടാണ്, 100% സാക്ഷരത കൈവരിച്ച ആദ്യ കോർപ്പറേഷൻ കോഴിക്കോട് ജില്ലയുടെയാണ്, കേരളത്തിൽ ഉംബൈ മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്ന ജില്ലയും ഏതാണ്? കോഴിക്കോടാണ്. ഉറൂബ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ മ്യൂസിയം സ്ഥാപിക്കുന്ന ജില്ല. ഏതാണ്? കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന വില്ലേജ് കോഴിക്കോടാണ്. അത് എന്താണ്? ചെറുകുളത്തൂറാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന വില്ലേജ് ഉള്ളത്. അതുപോലെ തന്നെ ചെമ്പുകടവ് ഉറുമി പദ്ധതികൾക്ക് സഹായം നൽകുന്ന വിദേശ രാജ്യം ചൈനയാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം കൂളിമാടാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമം ഇത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് അതാണ് തൻ്റെടം ജെൻഡർ പാർക്കാണ് കോഴിക്കോട്. കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഉറൂബ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോടാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ MT വാസുദേവൻ നായർ മ്യൂസിയം സ്ഥാപിക്കുന്ന ജില്ല കോഴിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന വില്ലേജ് ചെറുകുളത്തൂറാണ്. ചെമ്പുകടവ് ഉറുമി പദ്ധതികൾക്ക് സഹായം നൽകുന്ന വിദേശ രാജ്യം ചൈനയാണ്. കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ഗ്രാമമാണ് കൂളിമാട്. ഇന്ത്യയിലെ ആദ്യ ജെൻഡർ പാർക്ക് കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷനും ഏതാണ്? കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനാണ്. ഇനി മലബാറിലെ ആദ്യ IT പാർക്ക് അതേതാ? സൈബർ പാർക്കാണ്. കോഴിക്കോട് ജില്ലയിലെ സൈബർ പാർക്കാണ് മലബാറിലെ ആദ്യ IT പാർക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യ സൈബർ പാർക്ക് UL സൈബർ പാർക്കാണ്. അതും കോഴിക്കോടാണ്. അപ്പോൾ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യത്തെ സൈബർ പാർക്ക് UL സൈബർ പാർക്കാണ് കോഴിക്കോട്. മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന വയലടയാണ്. ഏതാണ്? വയലടയാണ് മലബാറിൻ്റെ
ഊട്ടി എന്ന് അറിയപ്പെടുന്നത്. ചത്താലും ചെത്തും കൂത്താളി എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട കൂത്താളി സമരം നടന്ന ജില്ല. ചത്താലും ചെത്തും കൂത്താളി എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട കൂത്താളി സമരം നടന്ന ജില്ലയാണേത്? കോഴിക്കോട്. വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ ആദ്യമായി കപ്പലിറങ്ങിയ സ്ഥലം എവിടെയാ? കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണല്ലേ. 1498. എവിടെ നിന്ന് അദ്ദേഹം വന്ന്? ലിസബണിൽ നിന്നാണല്ലേ വന്നത്. സെന്റ് ഗബ്രിയൽ എന്ന കപ്പലിൽ 1498 വാസ്കോഡ് ഗാമ ആദ്യമായി എവിടെ ഇറങ്ങുന്നു? കോഴിക്കോട് കാപ്പാട് ഇറങ്ങുന്നു. കേരളത്തിൽ വാസ്കോഡ് ഗാമ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അദ്ദേഹം വന്നിറങ്ങിയിട്ടുള്ള. ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ച 8 ബീച്ചുകളിൽ കേരളത്തിനിടം നേടിയ ഏക ബീച്ചാണ് കാപ്പാട്. ഇന്ത്യയിൽ നിന്നും ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ച 8 ബീച്ചുകളിൽ കേരളത്തിനിടം നേടിയ ഏക ബീച്ച് ഏതാ? കാപ്പാടാണ്. അപ്പോൾ മലബാറിൽ ആദ്യ IT പാർക്ക്, സൈബർ പാർക്കാണ് കോഴിക്കോട് ജില്ലയിലെ. ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യ സൈബർ പാർക്ക് UL സൈബർ പാർക്കാണ്. മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന വയലടയാണ്. ചത്താലും ചെത്തും കൂത്താളി എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ട കൂത്താളി സമരം നടന്നത് കോഴിക്കോട് ജില്ലയിലാണ്. വാസ്കോഡ് ഗാമ ഇന്ത്യയിൽ ആദ്യമായി കപ്പലിറങ്ങിയത് 1498 കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ്. കേരളത്തെ വാസ്കോഡ് ഗാമ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കാപ്പാടാണ്. ഇന്ത്യയിൽ നിന്നും ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ച 8 ബീച്ചുകളിൽ കേരളത്തിനിടം നേടിയ ഏക ബീച്ച് കാപ്പാടാണ്. ഇനി കാപ്പാട് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ചേമഞ്ചേരിയിലാണ് ഈ കാപ്പാട് സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലിൽ കുഞ്ഞാലി മരക്കാറും പോർച്ചുഗീസുകാരും ഏറ്റുമുട്ടിയ സ്ഥലം ഏതാണ്? വെള്ളിയം കല്ലാണ് കേട്ടോ. വെള്ളിയം കല്ലാണ് അറബിക്കടലിൽ കുഞ്ഞാലി മരക്കാറും പോർച്ചുഗീസുകാരും ഏറ്റുമുട്ടിയ സ്ഥലം. കേരളം ടൂറിസം വകുപ്പ് കരകൗശല ഗ്രാമം പ്രഖ്യാപിച്ച നഗരം ഇരിങ്ങലാണ്. കേരള ടൂറിസം വകുപ്പ് കരകൗശല ഗ്രാമം പ്രഖ്യാപിച്ച ഗ്രാമം ഏതാണ് പ്രഖ്യാപിച്ചത്? ഇരിങ്ങലാണ്. ഇരിങ്ങൽ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങലാണ്. തടി വ്യവസായത്തിന് പ്രശസ്തി ആർജിച്ച കോഴിക്കോട് ജില്ലയിലെ സ്ഥലം കല്ലായിയാണ്. തടി വ്യവസായത്തിന് പ്രശസ്തി ആർജിച്ച കോഴിക്കോട് ജില്ലയിലെ സ്ഥലം ഏതാണ്? കല്ലായിയാണ്. അപ്പോൾ കാപ്പാട് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ചേമഞ്ചേരിയാണ്. അറബിക്കടലിൽ കുഞ്ഞാലി മരക്കാറും പോർച്ചുഗീസുകാരും ഏറ്റുമുട്ടിയ സ്ഥലം വെള്ളായം കല്ലാണ്. കേരള ടൂറിസം വകുപ്പ് കരകൗശല ഗ്രാമം പ്രഖ്യാപിച്ച സ്ഥലം എന്ന് പറഞ്ഞതാണ് ഇരിങ്ങലാണ്. കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോട് ഇരിങ്ങലാണ്. തടി വ്യവസായത്തിന് പ്രശസ്തി ആർജിച്ച കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണേത്? കല്ലായി എന്ന് പറയുന്നത്. കൊളാവിയിൽ കാണപ്പെടുന്ന കടലാമകളാണ് ഒലിവ് റിഡ്ലി എന്ന് പറയുന്നത്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയിലെ ആദ്യ നാളികേര ജൈവോദ്യാനം സ്ഥാപിച്ച സ്ഥലം. ഇന്ത്യയിലെ ആദ്യ നാളികേര ജൈവോദ്യാനം സ്ഥാപിച്ച സ്ഥലം ഏതാണ്? കുറ്റ്യാടിയാണ്. ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായുള്ള വൃക്ഷത്തോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായുള്ള വൃക്ഷത്തോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? പെരുവണ്ണാമൂഴിയാണ് കേട്ടോ. ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായുള്ള വൃക്ഷത്തോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പെരുവണ്ണാമൂഴിയാണ്. കോഴിക്കോട് ജില്ലയിലെ മുതല വളർത്തൽ കേന്ദ്രം പെരുവണ്ണാമൂഴിയാണ്. കോഴിക്കോട് ജില്ലയിലെ മുതല വളർത്തൽ കേന്ദ്രമാണ് ഈ പെരുവണ്ണാമൂഴി എന്ന് പറയുന്നത്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയാണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊയിലാണ്ടിയാണ്. കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അതും കൊയിലാണ്ടിയാണ്. കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോടാണ്. അപ്പോൾ കൊളാവിയിൽ കാണപ്പെടുന്ന കടലാമകൾ ഒലിവ് റിഡ്ലിയാണ്. മലബാറിൽ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. ഇന്ത്യയിൽ ആദ്യ നാളികേര ജൈവോദ്യാനം സ്ഥാപിച്ച സ്ഥലം കുറ്റ്യാടിയാണ്. ദേശീയ നേതാക്കളുടെ സ്മരണയ്ക്കായുള്ള വൃക്ഷത്തോട്ടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പെരുവണ്ണാമൂഴിയാണ്. കോഴിക്കോട് ജില്ലയിലെ മുതല വളർത്തൽ കേന്ദ്രം പെരുവണ്ണാമൂഴിയാണ്. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയാണ്. അതേതാ? കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയാണ്. ഇനി രേവതി പട്ടദാനം എന്ന പണ്ഡിത സദസ് നടക്കുന്ന ക്ഷേത്രം. രേവതി പട്ടദാനം എന്ന് പറയുന്ന പണ്ഡിത സദസ് നടക്കുന്ന ക്ഷേത്രം ഏതാണ്? തളിയാണ്. തളി എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അതുപോലെ മിതവാദി ശ്രീ കൃഷ്ണന്റെ നേതൃത്വത്തിൽ അയിത്തത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി നടന്ന ജനകീയ പ്രക്ഷോഭമാണ് തളി സമരം 1917. അപ്പം രേവതി പട്ടദാനം പണ്ഡിത സദസ് നടക്കുന്ന എവിടെയാണ്? തളി ക്ഷേത്രം. മറ്റു പ്രത്യേകത എന്താണ്? മിതവാദി ശ്രീ രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ അയിത്തത്തിനെതിരെ കേരളത്തിൽ ആദ്യം നടന്ന ജനകീയ പ്രക്ഷോഭമാണ് തളി സമരം എന്ന് പറയുന്നത്. 1917 ഈ സമരം നടക്കുന്നത്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരമാണ് PT ഉഷ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമം ബാലുശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമം ഏതാണ്? ബാലുശ്ശേരിയാണ്. ദേശാടന പക്ഷിയുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കടലുണ്ടിയാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കടലുണ്ടിയാണ്. അപ്പോൾ രേവതി പട്ടദാനം എന്ന പണ്ഡിത സദസ് നടന്ന ക്ഷേത്രം തളിയാണ്. മിതവാദി ശ്രീകൃഷ്ണന്റെ നേതൃത്വത്തിൽ അയിത്തത്തിനെതിരെ കേരളത്തിൽ ആദ്യമേ നടന്ന ജനകീയ പ്രക്ഷോഭമാണ് തളി സമരം. 1917 നടക്കുന്നത്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം PT ഉഷയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമം ബാലുശ്ശേരിയാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാ?
കടലുണ്ടിയാണ്. ഇനി നമ്മൾ ഈ ഒരു കോഴിക്കോടിനെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിച്ചിരിക്കേണ്ട 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് കുന്ദമംഗലവും മറ്റൊന്ന് ചാലിയുമാണ് കേട്ടോ. അപ്പോൾ കുന്ദമംഗലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുന്ദമംഗലം കുറച്ചധികം പ്രത്യേകതകൾ കുന്ദമംഗലത്തിനുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലമാണ് ഈ കുന്ദമംഗലം. അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ജലത്തിൻ്റെ ഗുണനിലവാര പരിശോധന രേഖപ്പെടുത്തിയ വാട്ടർ കാർഡ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്താണ് കുന്ദമംഗലം. കേരളത്തിൽ ആദ്യ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും കുന്ദമംഗലത്താണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുന്ദമംഗലമാണ്. ഇന്ത്യയിൽ ആദ്യ വാണിജ്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കുന്ദമംഗലമാണ്. അപ്പോൾ ജലത്തിൻ്റെ ഗുണനിലവാര പരിശോധന രേഖപ്പെടുത്തിയ വാട്ടർ കാർഡ് സംവിധാനം ആദ്യമേ നടപ്പിലാക്കിയത് കുന്ദമംഗലമാണ്. കേരളത്തിൽ ആദ്യ ജല മ്യൂസിയം കുന്ദമംഗലമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്ന കുന്ദമംഗലത്താണ്. ഇന്ത്യയിൽ ആദ്യ വാണിജ്യ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ്? കുന്ദമംഗലത്ത് തന്നെയാണ്. ഇനി ഈ ഒരു കോഴിക്കോട് ജില്ലയിലെ മറ്റൊരു പ്രശസ്തമായ ഒരു സ്ഥലമുണ്ട്, ചാലിയം. ചാലിയത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ യുദ്ധക്കപ്പൽ നിർമ്മാണ കേന്ദ്രമാണ് ചാലിയം. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ യുദ്ധക്കപ്പൽ നിർമ്മാണ കേന്ദ്രം ഏതാണ്? ചാലിയമാണ്. ചാലിയം കോട്ട നിർമ്മിച്ച വിദേശ ശക്തികൾ ആരാ? പോർച്ചുഗീസുകാരാണല്ലേ. ചാലിയം കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയം കോട്ടയാണ് കേട്ടോ. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഏതാണ്? ചാലിയം കോട്ടയാണ്. ഇനി നമുക്ക് ഈ കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട നദികൾ പഠിക്കാം. 2 പ്രധാനപ്പെട്ട നദികളാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. 2 നദികളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കുറ്റ്യാടിപ്പുഴയാണ്. ഒന്ന് കുറ്റ്യാടിപ്പുഴ, മറ്റൊന്ന് ചാലിയാറാണ്. ഏതാണ്? ചാലിയാറും കുറ്റ്യാടിപ്പുഴയുമാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 2 നദികൾ. ഇനി വെള്ളച്ചാട്ടങ്ങളോ? തുഷാരഗിരി, അരിപ്പാറ, ഉരക്കുഴി, പാപ്പൻചാടി എന്നിവയാണ് വെള്ളച്ചാട്ടങ്ങൾ. എത്ര വെള്ളച്ചാട്ടങ്ങളുണ്ട്? 4 വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന് തുഷാരഗിരി, അരിപ്പാറ, ഉരക്കുഴി, പാപ്പൻചാടി എന്നിവയാണ് വെള്ളച്ചാട്ടങ്ങൾ. ഇനി അണക്കെട്ടുകൾ 2 ഉണ്ട്. ഒന്ന് പെരുവണ്ണാമൂഴിയും മറ്റൊന്ന് കുറ്റ്യാടി. പെരുവണ്ണാമൂഴിയും കുറ്റ്യാടിയുമാണ് 2 പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ. എത്രയാണ്? 2 ഇനി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എത്ര ഉണ്ടോ നോക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, അധികം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കോഴിക്കോട് ജില്ലയ്ക്കുണ്ട്. ഒന്ന് മാനാഞ്ചിറ മൈതാനം, മിഠായി തെരുവ്, സരോവരം ബയോ പാർക്ക്, മാടാട് ബീച്ച്, ഡോൾഫിൻ പോയിൻറ്റ്, പെരുവണ്ണാമൂഴി, കക്കയം, വെള്ളയം കല്ല്, വയലട, അതുപോലെ തന്നെ ജാനകിക്കാട്, ഇക്കോ ടൂറിസം, വെള്ളരിമല, കല്ലായി, കാക്കവയൽ, വനപർവ്വം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കോഴിക്കോട് ജില്ലയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് പഠിച്ചത് അല്ലേ. കോഴിക്കോട് ജില്ലയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു? നമ്മൾ കോഴിക്കോട് ജില്ല ഏറ്റവും രൂപം കൊണ്ടത് മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.